മില്ലറ്റ് കൊണ്ട് ഒരു മുറുക്കുണ്ടാക്കിയാലോ? ബെർണിയാഡ് മില്ലറ്റാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. കുതിരവാലി എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. ഇത് കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറാണിത്. ഇത് ഇഡ്ഡലി മാവിൽ കൂടെയും ദോശമാവ് കൂടെയും ഒക്കെ കലർത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ മുറുക്കാണ് ട്രൈ ചെയ്യുന്നത്. ഒരു ബൗള് എടുത്തിരിക്കുന്നത് ബെർണിയാഡ് മില്ലറ്റിൻ്റെ പൗഡർ. ഹൈ ഫൈബർ കണ്ടൻറ്റുള്ളൊരു മില്ലറ്റാണിത്. വെയിറ്റ് ലോസിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇടിയപ്പത്തിന് വേണ്ടി വറുത്ത് പൊടിച്ച അരിപ്പൊടി ഒരു ബൗള് തന്നെ ഒരേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ മില്ലറ്റിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒരു 50 ഗ്രാമോളം ബട്ടർ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. അരിയും മില്ലറ്റും അതുപോലെ ബട്ടറും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, ഐ പ്രോബ്ലംസിന്, തൈറോയിഡ് മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മില്ലറ്റിന്. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അരിപ്പൊടിയുടെ വറവ് അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ കുറച്ചായി ചേർത്തിട്ട് ചപ്പാത്തി ഡോവിൻ്റെ പോലെ ആ കൺസിസ്റ്റൻസിയിൽ നല്ല കട്ടിയായിട്ട് കുഴച്ചെടുക്കാം. മില്ലറ്റ്സ് നമ്മുടെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഓരോ മില്ലറ്റ്സിനും. ചെറുധാന്യങ്ങളാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത്. സേവനാഴിയിൽ മുറുക്കിൻ്റെ ചില്ലിട്ടിട്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. വേണമെങ്കിൽ പൊക്കുവടയുടെ ഷേപ്പിൽ നമുക്ക് വറുത്തെടുക്കാം. പക്ഷേ പൊക്കുവടയാകുമ്പോൾ കുറച്ചും കൂടി എരിവ് വേണം. മുറുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു അധികം എരിവൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റാണ് നല്ലത്. വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് കുട്ടികൾക്ക് അങ്ങനത്തെ ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഈ മുറുക്കൊക്കെ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാം. അത് നന്നായി ടൈറ്റായി അടച്ച് വെച്ചാൽ മതി. കുറേ നാൾ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക്, ഒരു മീഡിയം ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് ഇട്ടിട്ട് വറുത്തെടുക്കാൻ. വേണമെങ്കിൽ കട്ടിയായിട്ട് നീളത്തിലും പിഴിയാം. പക്ഷേ ഇത് ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് കോരണം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളറിൽ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മില്ലറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും അരിപ്പൊടി കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാം. കുറച്ച് ബട്ടർ ചേർത്താലേ മുറുക്ക് നല്ല ക്രിസ്പി ആവുള്ളൂ കേട്ടോ. താങ്ക് യു.